ഈ വിഷയത്തിൽ ഇതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, മറ്റ് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലൊക്കെ തന്നെ ഗവൺമെന്റാണത് മുൻകൈ എടുക്കേണ്ടത്. ഗവൺമെന്റ് കാലതാമസം കൂടാതെ തന്നെ ഇതിൽ ഇടപെട്ട എല്ലാ കക്ഷികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു സമ്പൂർണമായ ഒരു ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഇപ്പോൾ അഭിമന്യ പിതാക്കന്മാരുമായിട്ടുള്ള കൂടിയാലോചനയിൽ ഞങ്ങൾക്ക് യോജിച്ച തീരുമാനത്തിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്. അല്ല ഒരു മിനിറ്റ് ചോദ്യം ചോദിക്കല്ല, പറയാനുള്ള മുഴുവൻ പറഞ്ഞു ഇതാ പറയട്ടെ. ഞങ്ങളിവിടെ ലത്തീൻ മെത്രാൻ സമിതിയിലെ ലത്തീൻ മെത്രാൻ സമിതിയിലെ 16 മെത്രാന്മാരും, അതായത് എല്ലാ മെത്രാന്മാരും തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്നേഹബഹുമാനായ സാദിഖലി തങ്ങളും കുഞ്ഞാലക്കുടി സാഹിബും ഈ മുനമ്പം പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഗവൺമെന്റിന്റെ അടുത്ത് പറയാമെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ സോളിഡാരിറ്റി ഞങ്ങളോട്, പ്രത്യേകിച്ച് മുൻപം വാസികളോട് പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവർക്ക് രണ്ടുപേർക്കുള്ള വിശ്വാസം. അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞ് പിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോയി അത് വേണ്ട തരത്തിൽ പരിഹരിക്കപ്പെടും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഇവർക്കുള്ളത്, ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഇവർ വന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇവിടെ നമുക്ക് നിലനിർത്തി പോകേണ്ടത് മതമൈത്രിയാണ്. മാത്രമല്ല ഇതൊരു മാനുഷിക പ്രശ്നമാണ്. ഇതൊരു മതത്തിന്റെയോ ഒരു വർഗത്തിന്റെയോ പ്രശ്നമല്ല, മറിച്ച് ഇതൊരു മാനുഷിക പ്രശ്നമാണ്. 600-ലധികം കുടുംബങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കപ്പെടണം. അത് പരിഹരിക്കപ്പെടുന്നതിന് ഇവരെല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. നിങ്ങളും പത്രക്കാരും ഇതോടൊപ്പം നിന്ന് ആ പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കുന്നതിന് ശ്രമിക്കണമെന്ന് പ്രത്യേകമായി ഞാൻ എടുത്തു പറയുകയാണ്. അല്ല, അത് വളരെ തങ്ങളും അഭിമന്യ പിതാവും ബിഷപ്പ് അവர்களுം പറഞ്ഞത് വളരെ ക്ലിയറാണ്. നിങ്ങൾ ഇറങ്ങിന്നാ മതി, കുറച്ച് വളരെ ക്ലിയറാണ്. അതായത് വളരെ സൗഹൃദ അന്തരീക്ഷത്തിലുള്ള ഒരു ചർച്ചയാണ് നടന്നത്. മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ വേഗം പരിഹരിക്കാൻ കഴിയും. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ആ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു യോഗം വിളിക്കണം എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച് ഫാറൂഖ് കോളേജ് കമ്മിറ്റി, അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ എല്ലാവരുടെയും യോഗം തങ്ങൾ വിളിച്ചിരുന്നു. അവരൊക്കെ ഈ വിഷയത്തിൽ തങ്ങൾക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ട്, രമ്യമായി പരിഹരിക്കാൻ. അന്നത്തെ പ്രമേയം തന്നെ അതാണ്, രമ്യമായി പരിഹരിക്കുക എന്നുള്ളതിന് മുൻകൈയെടുക്കാൻ തങ്ങളോട് അവരൊക്കെ കൂടി ആവശ്യപ്പെട്ടു. ഫാറൂഖ് കോളേജ് കമ്മിറ്റിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് രമ്യമായി പരിഹരിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ അഭിവാദ്യ പിതാവ് പറഞ്ഞതുപോലെ ചില സാങ്കേതിക പ്രശ്നം കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് സർക്കാരിൻ്റെ ഒരു രംഗപ്രവേശം കൂടി ആവശ്യമുണ്ട്. അപ്പോൾ സർക്കാർ അതിനങ്ങ് മുൻകൈ എടുത്താൽ അത് മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ലോ മിനിസ്റ്ററോടും വക്കം മിനിസ്റ്ററോടും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ള നിർദ്ദേശവും ഉണ്ട്. ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം ഗവൺമെന്റുമായിട്ട് സംസാരിക്കും. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എല്ലാവർക്കും ഈ കാര്യത്തിൽ യോജിപ്പ് തന്നെയാണ്. മുനമ്പം നിവാസികളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് ഇവിടെ നടന്ന ചർച്ച എന്ന് പറയുന്നത് വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് പിരിയുന്നത്. ബാക്കി കാര്യങ്ങൾ സർക്കാരും കൂടി ആയിട്ട് ചർച്ച ചെയ്തിട്ട് പറയാം. അതിപ്പോ പിന്നെ ഷെയർ ചെയ്യേണ്ടതല്ല. ഗവൺമെന്റുമായിട്ട് കൂടി 22-ാം തീയതിയിലെ
ഉന്നതതല യോഗത്തിലേക്ക്? അല്ല, ഇപ്പൊ ഇതല്ല, മുനമ്പം പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് ഇന്നത്തെ സൗഹൃദത്തിൽ ചർച്ചയിൽ ഞങ്ങൾക്ക് മനസ്സിലായി. അതിൽ വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ല. പക്ഷേ സർക്കാർ വിളിക്കുന്ന ഒരു യോഗത്തിൽ പരിഹരിക്കാനുള്ള നിർദ്ദേശം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാം. അതിൽ ഗവൺമെന്റിന്റെ കൂടി ഒരു തീരുമാനം ഇൻവോൾവ് ആയതുകൊണ്ട് സർക്കാരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. രമ്യമായി പരിഹരിക്കാൻ കഴിയും. ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് മുൻകൈ എടുക്കണം എന്നാണ് മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിനോടും ഒക്കെ ഞങ്ങൾ ഈ കാര്യം പറയുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, സഹകരിക്കും. ലീഗിന്റെ പ്രശ്നം ഇവിടെ ഉത്ഭവിക്കുന്നേ ഇല്ല. ഇവിടെ ഞങ്ങളിപ്പോൾ സൗഹൃദമായിട്ട് ഒരു ചർച്ച നടത്തി ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയാണല്ലോ പറയുന്നത്. സർക്കാർ ഇടപെടൽ വൈകി പോയിട്ടുണ്ടോ? കുറച്ച് നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞത് ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. മുനമ്പം ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട ലീഗ് നേതാക്കളായ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ലത്തീൻ സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു. സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്നും പ്രദേശത്തെ മതസൗഹാർദ്ദവും മതമൈത്രിയും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരും എന്നുള്ള കാര്യമാണ് ലീഗ് നേതാക്കളും പ്രധാനമായിട്ടും പറഞ്ഞത്. ബിഷപ്പ് ആയിട്ടുള്ള കൂടിക്കാഴ്ചയിലും സമാനമായ ആശയമാണ് ഉടുത്തുരിഞ്ഞു വന്നിട്ടുള്ളത്. കൊച്ചിയിൽ ആണ് കൂടിക്കാഴ്ച നടത്തിയത്. ദേവൻ MP ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരാനുള്ളത്. ദേവൻ, സ്വാഭാവികമായിട്ടും രമ്യമായ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇരുവരുടെയും കൂടിക്കാഴ്ചയിലുള്ള പ്രധാന അജണ്ട എന്നത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റ് പല സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് EP വിഭാഗവും എല്ലാം രംഗത്തെത്തിയതും നമ്മൾ കണ്ടതാണ്. മുഖപത്രത്തിൽ പ്രസംഗം വരെ എഴുതിയത് ഈ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. പക്ഷേ എങ്ങനെയും രമ്യമായി പരിഹരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വച്ച തീരുമാനം എന്ന് തോന്നുന്നു, അല്ലേ? ലാൽകൃഷ്ണ, തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. ഈ മുനമ്പം ഭൂമി തർക്കം ഇപ്പോൾ 37ാം ദിവസത്തിലേക്ക് ഇപ്പോൾ സമരം കടന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു ചർച്ചയുമായി മുസ്ലിം ലീഗ് നേതൃത്വം നേരിട്ട് ഇപ്പോൾ ലത്തീൻ മൈത്രൻ സമിതിയുമായി ഈ ഒരു ചർച്ചയ്ക്കായി എത്തിയത്. പാരാപ്പുഴ ബിഷപ്പ് ഹൗസിൽ വെച്ചായിരുന്നു ഈ ഒരു ചർച്ച ഇപ്പോൾ നടത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ മുസ്ലിം ലീഗ് നേതൃത്വം ഈ ഒരു കാര്യത്തിൽ സർക്കാർ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകണം എന്നുള്ളൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു. സർക്കാർ ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ കാലതാമസം ഉണ്ടായാൽ മുസ്ലിം ലീഗ് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുമെന്നും ഉള്ള ഒരു വാർത്തയൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ലാൽകൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ലീഗ് നേതൃത്വത്തിൽ നിന്ന് രണ്ട് അഭിപ്രായം മുഖപത്രത്തിൽ വന്ന ആ ഒരു വാർത്തയെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചയായിരുന്നു. ഇത്തരത്തിലൊരു വാർത്തകളെല്ലാം പുറത്ത് പരക്കുന്നതിനിടയിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം നേരിട്ട് ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്കായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ വിഷയം രമ്യമായി പരിഹരിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഇപ്പോൾ ലീഗ് നേതൃത്വവും ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വിഷയത്തിൽ പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. ഒരു സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് ഉള്ളത്. ആ ഒരു കാര്യം കൊണ്ടാണ് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളൊരു ആവശ്യം ലീഗ് മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ സർക്കാർ ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ മുസ്ലിം ലീഗ് നേതൃത്വം ആ ഒരു തീരുമാനമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സർക്കാർ കാലതാമസം കൂടാതെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളൊരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ ഈ നേരിട്ട് ഇവിടെ എത്തി മെത്രാൻ ലൂബറയുമായി നടത്തിയ ചർച്ചയിൽ ഈ മുനമ്പത്ത് സമരം ചെയ്യുന്ന നിവാസികൾക്കുള്ള പിന്തുണ പൂർണ്ണമായും അറിയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നത്. മുനമ്പത്തേത് ഒരു മാനുഷിക പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എല്ലാവരും ഒത്തുനിൽക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ലീഗ് നേതൃത്വവും തങ്ങൾക്കുള്ള പിന്തുണ അറിയിച്ചതായി ലത്തീൻ അതിരൂപതയും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ലത്തീൻ അതിരൂപതയ്ക്ക് കീഴിലുള്ള എല്ലാ ബിഷപ്പുമാരും ഒപ്പം തന്നെ മുസ്ലിം ലീഗ് നേതൃത്വവും PK കുഞ്ഞാലിക്കുട്ടിയും ഒപ്പം തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒപ്പം തന്നെ മുഹമ്മദ് ശിഹാബ് അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കളാണ് ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തത്. നമുക്കറിയാം ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു ചർച്ച നടക്കുന്നത് എന്നുള്ളത് ഇതിന്റെ ഒരു പ്രാധാന്യം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ചർച്ച ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു രാഷ്ട്രീയ മാനം കൂടി നമ്മൾ ഈ ഒരു വിഷയത്തിൽ കാണേണ്ടതുണ്ട്. സർക്കാർ ഈ വിഷയത്തിൽ എടുക്കുന്ന കാലതാമസം പല വർഗീയ ശക്തികൾക്കും ഒരു അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ്. അത് മുതലെടുക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണമെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗും ഒപ്പം തന്നെ ഈ
മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട് അതിരൂപതകളും എല്ലാം തന്നെ ലത്തീൻ അതിരൂപതയും എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർക്കാർ കാലതാമസം എടുക്കുന്നതനുസരിച്ചിട്ട് ഈ വിഷയത്തിൽ മറ്റ് വർഗീയ ശക്തികൾ അവരുടെ വർഗീയ ധ്രുവീകരണം നടത്തുന്നുണ്ട്. അതിനുള്ള അവസരം സർക്കാർ ഒരുക്കി കൊടുക്കരുത്. ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ പെട്ടെന്ന് നടത്തണം എന്നുള്ള ഒരു കാര്യമെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ മുനമ്പത്ത് സമരം തുടങ്ങിയതിനു ശേഷം BJPയുടെ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ വലിയ രീതിയിൽ ഈ മുനമ്പത്തേക്ക് ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സി രാധാകൃഷ്ണൻ അടക്കം പാലക്കാട് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി അടക്കം മുനമ്പത്ത് നേരിട്ടെത്തി ഈ സമരം ചെയ്യുന്നവർക്കുള്ള പിന്തുണ അറിയിച്ചു. കേന്ദ്രമന്ത്രി അടക്കമുള്ള നേതാക്കളെല്ലാം സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുനമ്പത്ത് എത്തി പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ മുനമ്പത്തെ ഒരു സമരം രാഷ്ട്രീയ മാനം കൂടി കൈവരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിൽ പല വർഗീയ ചേരിതിരിവുകൾക്കും അതിനൊരു വഴിവെക്കുമെന്നുള്ള ഒരു ആശങ്ക പല കോണുകളിൽ നിന്നും ഉയർന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഈ വിഷയം എത്രയും പെട്ടെന്ന് രമ്യമായി പരിഹരിക്കണം, അതിന് സാധിക്കേണ്ടത് സർക്കാർ ഇടപെടൽ തന്നെയാണ് വേണ്ടത് എന്നുള്ള കാര്യം കൂടി അതിനൊരു അടിവര. മുനമ്പം ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് നേതാക്കളും ലത്തീൻ സഭാ നേതൃത്വവുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളാണ് ദേവൻ പങ്കുവച്ചത്.